ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് 1 കിലോ ബീഫാണ് കേട്ടോ. അതിനുള്ള മസാല റെഡിയാക്കാണ്. അതിന് ആദ്യം തന്നെ ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിൽ കുറച്ച് കുരുമുളകും പെരിഞ്ചീരകം നല്ല കുറച്ചൊന്ന് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇട്ട് ചൂടാക്കിയെടുക്കണം കേട്ടോ. അതിൻ്റെ ശേഷം അരിഞ്ഞ് വെച്ച വലിയ ഉള്ളി കേട്ടോ, അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യണം. അതിൽ നല്ല മിക്സ് ചെയ്തതിൻ്റെ ശേഷം അത് കുക്കറിലിട്ട് കൊടുത്തിട്ട് വിസിലിക്കിടണം കേട്ടോ. നല്ല മിക്സ് ആവിട്ട ശേഷം കുക്കറിലിട്ടിട്ട് നല്ലൊന്ന് മിക്സാക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അടച്ച് വെക്കാം. അത് വിസിൽ വെക്കാം. ഒരു 5-6 വിസിലിട്ട് വെക്കാം കേട്ടോ. അതിന് ശേഷം ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ ലേശം ആവശ്യത്തിനുള്ള പട്ടയും ഗ്രാമ്പും ഇട്ടിട്ട് കൊടുക്കാം. അത് കുറച്ചൊന്ന് ചൂടാവട്ടെ. പിന്നെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിട്ട് കൊടുക്കട്ടോ. അത് നല്ലൊന്ന് ഫ്രൈ ആക്കട്ടെ. അതിൻ്റെ പച്ചമുളക് മാറണ വரைക്കും അത് ഫ്രൈ ആക്കണം കേട്ടോ. അതിൻ്റെ പച്ചമുളക് നല്ലൊന്ന് മാറണം. അതിൻ്റെ പച്ചമുളക് മാറിയതിൻ്റെ ശേഷം അരിഞ്ഞ് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലൊന്ന് മിക്സ് ആക്കാം. തക്കാളി നല്ലൊന്ന് വേകട്ടെ കേട്ടോ. തക്കാളി നല്ല വെന്തു. അത് മിക്സ് ആക്കിയതിൻ്റെ ശേഷം പൊടിച്ച് വെച്ച പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. കുരുമുളക്, പെരുംജീരകം, മുളകും പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല അതിൻ്റെ പച്ചമുളക് മാറുന്ന വരയ്ക്കും അത് ഫ്രൈ ചെയ്യണം. അതിൻ്റെ ശേഷം വേവിച്ച് വെച്ച് ഇറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കുറച്ച് നല്ലൊന്ന് ഫ്രൈ ആവട്ടെ. ഫ്രൈ ആകുമ്പോൾ കുറച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റും. അതിന് തണുക്കുമ്പോൾ ഇനിയും നല്ല വെള്ളമൊക്കെ വറ്റും കേട്ടോ. കുറച്ചും കൂടി വെള്ളമൊക്കെ വറ്റും. നല്ല കുറുന്നനാകും. അതിന് മേലെ അരിഞ്ഞ് വെച്ച മല്ലിയില ഇട്ട് കൊടുക്കട്ടോ. ടേസ്റ്റ് ഒന്ന് നോക്കാം ചപ്പാത്തിൻ്റെ കൂടെ. നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്തു.